Hello dear students, welcome back to ISKSC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആവും കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ എന്ത് ചെയ്യാം, ലാസ്റ്റ് ബ്ലോക്ക് മുതൽ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങോട്ട് ക്ലാസ് എടുത്ത് പോരാം. അതായത് ലാസ്റ്റ് ഫസ്റ്റിലോട്ട് ക്ലാസ് എടുക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലും കൂടി ആ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നോയ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അതായത് കമ്മ്യൂണിക്കേഷനിലെ തടസ്സങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നേരെ നമ്മളെ ചാപ്റ്ററിലേക്ക് പോവാം. അപ്പൊ നോക്കൂ, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് എസ്സേ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നോയ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലെയിൻ. അതായത് കമ്മ്യൂണിക്കേഷനിൽ നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ കമ്മ്യൂണിക്കേഷൻ നോയ്സ് റെഫേഴ്സ് ടു എനി interference that obstructs clear communication between a speaker and an audience. അതായത് കമ്മ്യൂണിക്കേഷനിൽ നോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് റെഫേഴ്സ് ടു എനി ഇന്റർഫിയറൻസ്, അതായത് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സമാണ്. റെഫേഴ്സ് ടു എനി ഇന്റർഫിയറൻസ് ദാറ്റ് ഒബ്സ്ട്രക്റ്റ്, അതെന്തു ചെയ്യുന്നു, തടസ്സപ്പെടുത്തുന്നു. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ സ്പീക്കർ ആൻഡ് ആൻ ഓഡിയൻസ്, അതായത് സ്പീക്കറിൻ്റെയും ഓഡിയൻസിൻ്റെയും കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇന്റർഫിയറൻസ്, ആ ഒരു ഇന്റർഫിയറൻസിനെയാണ് എന്ത് പറയുന്നത്, നോയ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇറ്റ് ക്യാൻ ബി എയ്തർ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ, അതായത് ഇത് ഇന്റേണൽ ആവാം, അതല്ലെങ്കിൽ എക്സ്റ്റേണൽ ആവാം. ഇന്റേണൽ എന്ന് പറയുമ്പോൾ അത് സ്പീക്കറിൻ്റെയോ അല്ലെങ്കിൽ റിസീവറുടെ, സെൻഡറുടെയോ അല്ലെങ്കിൽ റിസീവറുടെയോ അവരുടെ ഉള്ളിലുള്ള എന്തെങ്കിലും പ്രശ്നം, അതാണ് ഇന്റേണൽ എന്ന് പറയുമ്പോൾ. അതല്ലെങ്കിൽ എക്സ്റ്റേണൽ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള പ്രശ്നങ്ങൾ, അത് ഇന്റേണൽ ആവാം, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആവാം. എനിത്തിങ് ദാറ്റ് ഇൻഹിബിറ്റ്സ് a recipient from fully understanding a message is considered communication noise. അതായത് anything that inhibits a recipient, അതായത് റെസിപ്പിയന്റിനെ തടയുന്നത് എന്തും from fully understanding a message is considered communication noise. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടക്കുന്നത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നതിന് റെസിപ്പിയന്റിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് എന്തും, റെസിപ്പിയന്റിനെ തടസ്സപ്പെടുത്തുന്നത് എന്തും കമ്മ്യൂണിക്കേഷൻ നോയ്സ് ആണ്. നോയ്സ് ക്യാൻ ഡിസ്റപ്റ്റ്, ഈ നോയ്സ് ഇത് തടസ്സപ്പെടുത്തും ദ എൻകോഡിംഗ് ഓർ ഡീകോഡിംഗ് പ്രോസസ്. അതായത് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 പ്രോസസ്സാണ് എൻകോഡിങ്ങും ഡീകോഡിങ്ങും. അപ്പോൾ ഈ ഒരു നോയ്സ് എന്ന് പറഞ്ഞത് എൻകോഡിങ്ങിനെയും അതുപോലെ തന്നെ ഡീകോഡിങ്ങിനെയും തടസ്സപ്പെടുത്തും. അതിൻ്റെ ഫലമായിട്ട് റിസൾട്ടിങ് ഇൻ ഇൻകംപ്ലീറ്റ് മെസ്സേജ്, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അപൂർണമായിട്ടുള്ള, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഉണ്ടാവുക. ദാറ്റ് ഡസ് നോട്ട് ആക്യുറേറ്റ്ലി കൺവേ ദ സെൻഡേഴ്സ് ഇൻറ്റൻഡഡ് മെസ്സേജ്. അതായത് അത്തരത്തിലുള്ള ഒരു ഇൻകംപ്ലീറ്റ് മെസ്സേജ് എന്ന് പറയുമ്പോൾ എന്താണോ സെൻഡർ ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശിച്ച കാര്യം പൂർണ്ണമായിട്ടും കൺവേ ചെയ്യാൻ ആ മെസ്സേജിന് കഴിയില്ല. അപ്പൊ അതിന്റെ കാരണം കമ്മ്യൂണിക്കേഷൻ നോയ്സ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു നോയ്സ്, കമ്മ്യൂണിക്കേഷനിലെ നോയ്സ് മെസ്സേജിനെ ഇൻകംപ്ലീറ്റ് ആക്കും. ഇൻകംപ്ലീറ്റ് ആക്കുക എന്ന് പറയുമ്പോൾ അതായത് സെൻഡർ ഉദ്ദേശിച്ച രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ മെസ്സേജിന് കഴിയാതെ വരും. നോക്കൂ, അടുത്തത് നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് നോയ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അതായത് കമ്മ്യൂണിക്കേഷനിലെ നോയ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് വരുന്ന നോയ്സ്, അതായത് കമ്മ്യൂണിക്കേഷന് വരുന്ന തടസ്സങ്ങൾ. അപ്പൊ ഈ തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ അത് പല തരത്തിലുണ്ട്. അപ്പൊ നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻ അതാ,
വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോയ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പല തരത്തിലുള്ള തടസ്സങ്ങൾ അത് ഏതൊക്കെയാ? കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഡിസ്റപ്റ്റഡ് ബൈ വേരിയസ് സോഴ്സസ് ഓഫ് നോയ്സ്. പല സോഴ്സിൽ നിന്നുമുള്ള, പലയിടത്തുമുള്ള അല്ലെങ്കിൽ പല തരത്തിലുള്ള നോയ്സുകൾ കാരണം കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടാം. ഈ പലതരത്തിലുള്ള വേരിയസ് സോഴ്സ് ഓഫ് നോയ്സ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ഫിസിക്കൽ നോയ്സ്, സെമാൻറ്റിക് നോയ്സ്, ഫിസിയോളജിക്കൽ നോയ്സ്, സൈക്കോളജിക്കൽ നോയ്സ്, കൾച്ചറൽ നോയ്സ്, ടെക്നോളജിക്കൽ നോയ്സ്, അതുപോലെ തന്നെ ആൻഡ് ഓർഗനൈസേഷണൽ നോയ്സ്. ഇങ്ങനെ പല തരത്തിലുള്ള നോയ്സുകളുണ്ട്, പല സോഴ്സിൽ നിന്നുള്ള നോയ്സുകളുണ്ട്. അപ്പൊ ഈ നോയ്സുകൾ കൊണ്ടെല്ലാം കമ്മ്യൂണിക്കേഷൻ ഡിസ്റപ്റ്റഡ് ആവും. ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോയ്സ് ക്യാൻ ഇന്റർഫിയർ. ഈ പലതരത്തിലുള്ള നോയ്സുകൾ ശല്യമാകും, തടസ്സമാകും വിത്ത് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, അതായത് കമ്മ്യൂണിക്കേഷൻ പ്രക്രിയക്ക് ഈ പലതരത്തിലുള്ള നോയ്സുകൾ തടസ്സമാകുന്നു. ആൻഡ് ഡൈവേർട്ട് ദ റെസിപ്പിയൻസ് അറ്റൻഷൻ അവേ ഫ്രം ദി ഇന്റൻഡഡ് മെസ്സേജ്. അതായത് ഇത്തരത്തിലുള്ള നോയ്സുകൾ റെസിപ്പിയന്റിന്റെ ശ്രദ്ധ മെസ്സേജിൽ നിന്നും ഡൈവേർട്ട് ചെയ്യുന്നു. അതായത് ഇത്തരം നോയ്സുകൾ റെസിപ്പിയന്റിന്റെ ശ്രദ്ധയെ മാറ്റുന്നു, ഡൈവേർട്ട് ചെയ്യുന്നു. അങ്ങനെ പല തരത്തിലുള്ള നോയ്സുകളുണ്ട്. ദ 7 ടൈപ്സ് ഓഫ് നോയ്സ്, 7 തരത്തിലുള്ള നോയ്സ്. ദ 7 ടൈപ്സ് ഓഫ് നോയ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആർ. കമ്മ്യൂണിക്കേഷനിലെ 7 തരത്തിലുള്ള നോയ്സുകൾ ഇവയാകുന്നു. ഒന്ന് ഫിസിക്കൽ നോയ്സ്. ഒന്ന് ഏതാണ്? ഫിസിക്കൽ നോയ്സ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ രീതിയിലാണ്. അപ്പൊ ഇതില് 7 എണ്ണം ഉണ്ട്. അപ്പൊ എസ്സേക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ 7 എണ്ണം എഴുതണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ എക്സാമിന് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം, അതുപോലെ തന്നെ ഇതിൽ നിന്നും ഓരോന്നായിട്ടും. അവർ കാര്യം മനസ്സിലാക്കുക, എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പൊട്ടൻഷ്യൽ ഉള്ള, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അതായത് കമ്മ്യൂണിക്കേഷൻ നോയ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്. അപ്പൊ ഒന്നാമത്തേത് ഫിസിക്കൽ നോയ്സ്. 7 എണ്ണം പഠിക്കാണ്ട്. അപ്പൊ നോക്കൂ, ഫിസിക്കൽ നോയ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ്. കമ്മ്യൂണിക്കേഷനിലെ ഫിസിക്കൽ നോയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു എക്സ്റ്റേണൽ സൗണ്ട്സ്, പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ, ദാറ്റ് ഇന്റർഫിയർ വിത്ത് ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് എ മെസ്സേജ്. ഒരു മെസ്സേജിന്റെ ട്രാൻസ്മിഷനെയും അതുപോലെ തന്നെ റിസപ്ഷനെയും, അതായത് മെസ്സേജ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ മെസ്സേജ് അയക്കുക, ആ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയും അതുപോലെ തന്നെ മെസ്സേജിന്റെ റിസപ്ഷൻ, മെസ്സേജ് സ്വീകരിക്കുന്നതിനെയും തടസ്സപ്പെടുത്തുന്ന പുറത്തു നിന്നുള്ള ശബ്ദങ്ങൾ. മാത്രമല്ല റിസൾട്ടിങ്, ഇത്തരം ശബ്ദങ്ങൾ കാരണം, റിസൾട്ടിങ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫലമായിട്ട്, ഇത് കാരണം എന്ത് സംഭവിക്കും? റിസൾട്ടിങ് ഇൻ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ. കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവും. അതായത് കമ്മ്യൂണിക്കേഷൻ നല്ല നിലയിൽ മുന്നോട്ട് പോകില്ല. അപ്പൊ കമ്മ്യൂണിക്കേഷന്റെ ബ്രേക്ക് ഡൗണിന് കാരണമാകുന്ന, കമ്മ്യൂണിക്കേഷൻ സ്വീകരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മെസ്സേജ് റിസപ്റ്റ് ചെയ്യുന്നതിനോ തടസ്സമാകുന്ന എക്സ്റ്റേണൽ സൗണ്ട്സ്. അപ്പൊ ഇത്തരം സൗണ്ട്സ് പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ ആക്കും അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആക്കും. ഇത്തരം ശബ്ദങ്ങളാണ് ഫിസിക്കൽ നോയ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി കോസ്ഡ് ബൈ, ഇത്തരം ശബ്ദങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകും ബൈ ദ എൻവയോൺമെന്റ്, അതായത് പരിസ്ഥിതി. ഇപ്പൊ ഞാൻ തന്നെ ഈ ക്ലാസ് എടുക്കുന്നത് ശബ്ദമില്ലാത്തൊരു ഭാഗത്തു നിന്നാണ്. അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് തടസ്സമില്ലാതിരിക്കാൻ. അത് നമ്മൾ മനസ്സിലാക്കണം, എൻവയോൺമെന്റ് തടസ്സമാകും, നമ്മളെ പരിസ്ഥിതി. നമ്മൾ പുറത്തു നിന്ന് ഇങ്ങനെ ഇത്തരത്തിൽ വീഡിയോ ചെയ്താൽ എൻവയോൺമെന്റ്, ചുറ്റുപാടിൽ നിന്നുള്ള ശബ്ദം ഉണ്ടാവും. അപ്പൊ ഇറ്റ് ക്യാൻ ബി കോസ്ഡ് ബൈ എൻവയോൺമെന്റ് ആൻഡ് സറൗണ്ടിങ്സ്, നമ്മളെ ചുറ്റുപാട്. ഇപ്പൊ പുറത്തുനിന്നാവുമ്പോൾ പക്ഷികളുടെ ശബ്ദം ഉണ്ടാവും, അതുപോലെ കാക്കയുടെ ശബ്ദം ഉണ്ടാവും, കാറ്റടിക്കുന്ന ശബ്ദം ഉണ്ടാവും. ഇത്തരത്തിലുള്ള ശബ്ദങ്ങളെല്ലാം നമ്മളെ കമ്മ്യൂണിക്കേഷന് തടസ്സമാകും. മാത്രമല്ല thereby affecting, ഇത്തരം ശബ്ദങ്ങളെ അഫക്റ്റ് ചെയ്യുന്നു, ബാധിക്കുന്നു. ദ ക്ലാരിറ്റി ഓഫ് ദ മെസ്സേജ്, നമ്മുടെ മെസ്സേജിന്റെ ക്ലാരിറ്റിയെ,
അപ്പൊ ഞാനിപ്പോ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഈ ക്ലാസ്സിന് നല്ല ക്ലാരിറ്റി വേണം, അതായത് ക്ലാസ്സിന് നല്ല വ്യക്തത, സൗണ്ട് ക്ലാരിറ്റി വേണം. അപ്പൊ എങ്ങനെയാണ് ആ സൗണ്ട് ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, അതായത് പുറത്തു നിന്നുള്ള ശബ്ദങ്ങളൊന്നും വരാത്ത രീതിയിൽ എന്ത് ചെയ്യാണ്, സേഫ് ആയിട്ട് അല്ലെ, അത്തരം ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുകയാണ്. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ നോയ്സ്. അതിനൊരു എക്സാമ്പിൾ ആണ് ട്രാഫിക് നോയ്സ്. അതായത് റോട്ടിൽ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്താ, വാഹനങ്ങളുടെ ശബ്ദം, വാഹനങ്ങളുടെ ഹോണടി ശബ്ദം, അതുപോലെ തന്നെ ആളുകളുടെ ശബ്ദം, ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ സൗണ്ട്സ് ഓഫ് ചിൽഡ്രൻ, കാരണം എക്സ്റ്റേണൽ പുറത്തു നിന്നുള്ള ശബ്ദങ്ങൾ. അപ്പൊ ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് ആരും മനസ്സിലാവുന്നുണ്ടല്ലോ. ആ ടൈറ്റിൽ ശ്രദ്ധിക്കുക, ഫിസിക്കൽ നോയ്സ്, അതിന് എക്സാമ്പിൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് സെമാന്റിക് നോയ്സ്. ഇത് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതാണ് സെമാന്റിക്. സെമാന്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കിന്റെ അർത്ഥവുമായി ബന്ധപ്പെട്ട അർത്ഥത്തിലുണ്ടാകുന്ന സംശയങ്ങൾ. നോക്കൂ, സെമാന്റിക് നോയ്സ് ഇസ് എ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ. ഈ സെമാന്റിക് നോയ്സ് എന്ന് പറയുന്നത് അതൊരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ്, അതായത് ആശയവിനിമയ തടസ്സമാണത്. ദാറ്റ് arises, ആ തടസ്സം ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഫ്രം എ ലാക്ക് ഓഫ് എഗ്രിമെന്റ് ഓൺ ദി മീനിങ് ഓഫ് വേർഡ്സ്, വാക്കുകളുടെ അർത്ഥത്തിൽ യോജിപ്പില്ലായ്മ. ആർക്കൊക്കെ ഇടയില്? സെൻഡറുടെയും റിസീവറുടെയും ഇടയില് ലാക്ക് ഓഫ് എഗ്രിമെന്റ്, യോജിപ്പില്ലായ്മ. ഏത് വിഷയത്തില്? ലാക്ക് ഓഫ് എഗ്രിമെന്റ് ഓൺ ദ മീനിങ് ഓഫ് വേർഡ്സ്. ഇപ്പൊ നമുക്കറിയാം, അതായത് ചില വാക്കുകൾക്ക് ഒന്നിലധികം മീനിങ്സ് ഉണ്ടാവും. ഈ പറയുന്ന ഞാൻ ഒരർത്ഥമായിരിക്കും കരുതിയിട്ടുണ്ടാവുക, അതായത് റിസീവർ എന്ത് ചെയ്യും, വേറെ അർത്ഥം കരുതും. അപ്പൊ അതാണ് ലാക്ക് ഓഫ് എഗ്രിമെന്റ് കേട്ടോ. ഇനി നോക്കൂ, ഇറ്റ് ഒക്കേഴ്സ്, ഇത് എപ്പോഴാണ് സംഭവിക്കുക? അതായത് സെമാന്റിക് നോയ്സ് സംഭവിക്കുന്നത് when the sender and receiver have different interpretations of the message. അതായത് ഒരേ മെസ്സേജ്, ആ ഒരേ മെസ്സേജിനെ സെൻഡറും റിസീവറും പല തരത്തിൽ വ്യാഖ്യാനിക്കാം. അതായത് സെൻഡർ അതിന് ഒരർത്ഥം കാണുമ്പോൾ റിസീവർ മറ്റൊരർത്ഥം കാണുന്നു. അതാണ് പ്രശ്നം. ഇറ്റ് ഒക്കേഴ്സ് വെൻ the sender and receiver have different interpretations, means different meanings. അതായത് അയച്ച സെൻഡർ ഒരർത്ഥം കരുതുന്നു, അത് റിസീവ് ചെയ്ത റിസീവർ മറ്റൊരർത്ഥവും കരുതുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? ഡ്യൂ ടു കോംപ്ലക്സ്, ഇൻട്രിക്കേറ്റ്, അൺകോമൺ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്. അപ്പൊ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കാരണം ഡ്യൂ ടു കോംപ്ലക്സ്, ചില സങ്കീർണവും അതുപോലെ തന്നെ ഇൻട്രിക്കേറ്റ്, അതായത് പ്രയാസമുള്ള, ബുദ്ധിമുട്ടുള്ള, അൺകോമൺ കമ്മ്യൂണിക്കേഷൻ, അൺനോൺ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്, ചില കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്. അതായത് അപ്പൊ ആശയവിനിമയ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. അത്തരം പ്രശ്നങ്ങൾ കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തി ഒരു കാര്യം ഉദ്ദേശിച്ച് പറയും, കേൾക്കുന്ന ആള് അത് മറ്റൊരു അർത്ഥത്തിൽ എടുക്കുന്നു. അങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതാണ് സെമാന്റിക് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആണ്, ഒരു ഉദാഹരണമാണ് യൂസിങ് ജാർഗോൺ. ജാർഗോണിന്റെ ഉദാഹരണം, എക്സാമ്പിൾ. ഈ ജാർഗോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ചില പ്രത്യേക വിഭാഗങ്ങൾ അവരുപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് ജാർഗോൺ. അതെല്ലാവർക്കും അറിയില്ല. ഇപ്പൊ ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ മെഡിക്കൽ ടീംസിൽ നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയണ്ടായിരിക്കും ഹേർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ. ഹേർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്ത് ഹേർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ഹേർട്ട് അറ്റാക്ക് വന്നു എല്ലാവർക്കും അറിയാം, അതായത് ഹേർട്ട് ഫെയിലിയർ ആണ്. എന്നാൽ ഇതിന് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ടേം ഉണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അറിയണ്ടാവില്ല. കാരണം ഞാൻ ഇപ്പൊ എന്താണ് അത് പറയാത്തത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സമയത്ത് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല കേട്ടോ. പക്ഷെ എനിക്ക് ആ പദം ഞാൻ കേട്ടിട്ടുണ്ട്, പരിചയമുണ്ട്, പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ അത്തരം പദങ്ങൾ ഉപയോഗിക്കാം.
ഏത് യൂസിങ് ജാർഗോൺ. അപ്പൊ ഇതുപോലുള്ളത്, കാരണം അൺകോമൺ ആയിട്ടുള്ള, ഫെമിലിയർ അല്ലാത്ത, അസാധാരണമായിട്ടുള്ള പദങ്ങൾ അവ ഉപയോഗിക്കുമ്പോഴാണ് ഈ സെമാന്റിക് നോയ്സ് ഉണ്ടാവുക കേട്ടോ. ഇനി അടുത്തത് ഫിസിയോളജിക്കൽ നോയ്സ് ആണ്. നേരത്തെ പറഞ്ഞ ഫിസിക്കൽ ആയിരുന്നു, അടുത്തത് നമ്മൾ പറയുന്നത് ഫിസിക്കൽ അല്ല, അടുത്തത് ഫിസിയോളജിക്കൽ നോയ്സ് ആണ്. അപ്പൊ ഫിസിയോളജിക്കൽ നോയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫിസിയോളജിക്കൽ നോയ്സ് റെഫേഴ്സ് ടു എനി ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ശാരീരികമായിട്ടുള്ള സംഭവങ്ങളാണ്. അതായത് ഉദ്ദേശിക്കുന്ന ഫിസിക്കൽ ഫാക്ടേഴ്സ് that could hinder an individual's ability to receive a message. അതായത് ഒരു മെസ്സേജ് റിസീവ് ചെയ്യാൻ, ഒരു മെസ്സേജ് സ്വീകരിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ്, ആ കഴിവിന് തടസ്സമാകുന്ന ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ ഇവിടെ ശാരീരികം എന്നാട്ടോ, ഫിസിക്കൽ ആയിട്ടുള്ള ഘടകങ്ങൾ ഏതുപോലെ സച്ചാസ്. അപ്പൊ ഇത്തരം ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ വിഷ്വൽ ആവാം, അതായത് കാഴ്ചയില്ലാതിരിക്കാം, അല്ലെങ്കിൽ ഓഡിറ്ററി ഇമ്പയർമെന്റ്സ്, അതായത് ശബ്ദം കേൾക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെവി കേൾക്കാതിരിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ളത് ഇതാണ് ഫിസിയോളജിക്കൽ എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അടുത്തത് അത് പറയുകയാണെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻസ്, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഓഡിറ്ററി ഇമ്പയർമെന്റ്സ്, അതായത് ചെവി കേൾക്കാതിരിക്കുന്ന പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വിഷ്വൽ, നേരെ കാണാൻ കഴിയാതിരിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ഫിസിക്കൽ ഫാക്ടേഴ്സ്, ശാരീരികമായിട്ടുള്ള ഘടകങ്ങള്, ആ ഘടകങ്ങള് ഒരു വ്യക്തിക്ക് മെസ്സേജ് സ്വീകരിക്കുന്നതിന് തടസ്സമാകുന്നു. അങ്ങനെ തടസ്സമാകുന്ന ഫിസിക്കൽ ഫാക്ടേഴ്സ്, ശാരീരിക ഘടകങ്ങള്, അവയാണ് നമ്മൾ ഫിസിയോളജിക്കൽ നോയ്സ് എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ നടക്കുകയാണ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ സ്റ്റുഡന്റ് വിത്ത് മൈഗ്രെയിൻസ്. അപ്പൊ ക്ലാസ് നടക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് എന്താണ് മൈഗ്രെയിൻ, നല്ല തലവേദനയാണ്. അത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെൽത്ത് കണ്ടീഷനാണ്, ഒരു ആരോഗ്യ അവസ്ഥയാണ് അല്ലേ. അപ്പൊ ആ ഒരു മൈഗ്രെയിൻ, ആ നടക്കുന്ന ക്ലാസ് ശ്രദ്ധിക്കുന്നതിന് ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. മൈഗ്രെയിൻ അല്ലെങ്കിൽ വയറുവേദന ആയിക്കോട്ടെ, സ്റ്റൊമക്ക് പെയിൻ ആയിക്കോട്ടെ, ഹെഡ് ഏക്ക് ആയിക്കോട്ടെ, അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കേട്ടോ. നാലാമത്തേത് സൈക്കോളജിക്കൽ ആണ്. ഫിസിയോളജിക്കല്, ഇനി സൈക്കോളജിക്കൽ നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ് കേട്ടോ. അതായത് സൈക്കോളജിക്കൽ നോയ്സ് എന്ന് പറയുമ്പോൾ ഈ പ്രശ്നം എന്താണ്? ഈ പ്രശ്നം ഈസ് കോസ്ഡ് ബൈ പേഴ്സണൽ ആറ്റിറ്റ്യൂഡ്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മനോഭാവം കൊണ്ട്, ആറ്റിറ്റ്യൂഡ് കൊണ്ടോ, അല്ലെങ്കിൽ ബിലീഫ്സ്, അല്ലെങ്കിൽ അയാളുടെ വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ ആൻഡ് ബയസസ്, അയാളുടെ ചില ധാരണകൾ, ഇത്തരം ധാരണകൾ കാരണം ആശയവിനിമയത്തിനുണ്ടാവുന്ന തടസ്സം. അപ്പൊ സൈക്കോളജിക്കൽ നോയ്സ് ഉണ്ടാകുന്നത് എന്ത് കാരണമായിട്ടാ? കോസ്ഡ് ബൈ പേഴ്സണൽ ആറ്റിറ്റ്യൂഡ്, ബിലീഫ്സ്, അതുപോലെ തന്നെ ബയസസ്, അതായത് മുൻധാരണകൾ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് അയാളുടെ മാനസികമായിട്ടുള്ളതാണ്. ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ മെന്റലാണ്. വിശ്വാസം, അതുപോലെ തന്നെ ബയസസ്, ധാരണകൾ. അപ്പൊ ഇത്തരത്തിലുള്ള കാരണങ്ങൾ, അതുമൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ, അതാണ് സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ. അപ്പൊ ഇത്തരം തടസ്സങ്ങൾ ആളുകൾക്ക് ഉണ്ടാവാം. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാം, ബിലീഫ്സ് ഉണ്ടാവാം, ബയസസ്, ധാരണകൾ ആളുകൾക്ക് ഉണ്ടാവാം. എന്തുകൊണ്ട്? ആസ് ഇൻഡിവിജ്വൽസ് ഹോൾഡ് ഡിഫറെന്റ് വേൾഡ് വ്യൂസ്. അതായത് ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ലോക കാഴ്ചപ്പാടും ആൻഡ് പെർസ്പെക്റ്റീവ്സ്, ധാരണകളും ഉള്ളത് കൊണ്ട്. അതായത് എൻ്റെ പെർസ്പെക്റ്റീവ്സ്, എൻ്റെ ധാരണകളും എൻ്റെ വേൾഡ് വ്യൂ, അതായത് ലോകത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് അതാവില്ല മറ്റൊരാൾക്ക്. അപ്പൊ ഒരു വ്യക്തിയുടെ അയാളുടെ പെർസ്പെക്റ്റീവ്സും അയാളുടെ വേൾഡ് വ്യൂസും അനുസരിച്ച് അയാളുടെ വിശ്വാസങ്ങൾക്കും അയാളുടെ ധാരണകൾക്കും അയാളുടെ കാഴ്ചപ്പാടുകൾക്കും മാറ്റം വരാം. ഈ മാറ്റം കമ്മ്യൂണിക്കേഷന് തടസ്സമാകാം. അങ്ങനെ തടസ്സമാകുമ്പോൾ അതിനെ സൈക്കോളജിക്കൽ നോയ്സ് എന്ന് വിളിക്കുന്നു.
കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇത്തരത്തിലുള്ള നോയ്സ്, കമ്മ്യൂണിക്കേഷൻ നോയ്സ്, അതായത് സൈക്കോളജിക്കൽ നോയ്സ് ഒക്കേഴ്സ്. ഈ സൈക്കോളജിക്കൽ നോയ്സ് ഉണ്ടാകുന്നു. ഇത് എപ്പോഴാണ് സംഭവിക്കുക? സൈക്കോളജിക്കൽ നോയ്സ്, അതായത് കമ്മ്യൂണിക്കേഷനിൽ സൈക്കോളജിക്കൽ നോയ്സ് ഒക്കേഴ്സ് എപ്പോ? when the speaker's words, body language and attitude, അതായത് സ്പീക്കറുടെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ സ്പീക്കറുടെ ബോഡി ലാംഗ്വേജ്, സ്പീക്കറുടെ വേർഡ്സ്, ഇതെല്ലാം ഡു നോട്ട് അലൈൻ വിത്ത് ഓഡിയൻസസ് എക്സ്പെക്ടേഷൻസ്, അതായത് ഓഡിയൻസിന്റെ പ്രതീക്ഷയുമായിട്ട് ഒരേപോലെ വരുന്നില്ലെങ്കിൽ, അലൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരേപോലെ വരിക, നമ്മൾ അലൈൻമെന്റ് എന്നൊക്കെ പറയില്ലേ. അവ സ്പീക്കറുടെ ആറ്റിറ്റ്യൂഡ്, സ്പീക്കറുടെ ബിലീഫ്സ്, അതുപോലെ തന്നെ സ്പീക്കർ ഉപയോഗിക്കുന്ന വാക്കുകള്, സ്പീക്കർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, ഇതൊക്കെ റിസീവറുടെ അല്ലെങ്കിൽ ഓഡിയൻസിന്റെ എക്സ്പെക്ടേഷനുമായിട്ട് ഒരേപോലെ വരണം. വന്നില്ലെങ്കിൽ ആശയവിനിമയത്തിന് തടസ്സമാകും. ഈ തടസ്സത്തെയാണ് നമ്മൾ സൈക്കോളജിക്കൽ നോയ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിള് അത്തരത്തില് ഇതൊക്കെ സൈക്കോളജിക്കൽ നോയ്സ് ആണ്. അതായത് സൈക്കോളജിക്കൽ നോയ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നു. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കേട്ടോ. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ആണ് ഡേ ഡ്രീമിങ്. ഇപ്പൊ ഞാൻ അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കാം. ഡേ ഡ്രീമിങ് ഡേ ഡ്രീമിങ് എന്ന് പറഞ്ഞാൽ മാനസികമാണ്. കാരണം അത് ശ്രദ്ധിക്കാതെ മറ്റെന്തോ ആലോചിച്ചിരിക്കാം, വേറെ എവിടെയോ ശ്രദ്ധയിലിരിക്കാം. അതേപോലെ തന്നെയാണ് മറ്റൊരു സൈക്കോളജിക്കൽ നോയ്സ് ആണ് മൾട്ടി ടാസ്കിങ്. ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ വളരെ നമുക്ക് പരിചയമുള്ള ഇതിനുള്ള എക്സാമ്പിൾ ആണ് ഇത് ഡേ ഡ്രീമിങ്. ഇപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഡേ ഡ്രീമിങ് മറ്റെന്തെങ്കിലും കാര്യം ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സാറ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. കാരണം അവിടെ സൈക്കോളജിക്കൽ നോയ്സ് ആണ്. കാരണം നമ്മൾ മറ്റെന്തോ ആലോചിച്ചത് കൊണ്ട് സാർ എന്താണോ പറഞ്ഞത് അത് നമ്മളുടെ മൈൻഡിലേക്ക് എത്തിയില്ല. അപ്പൊ അവിടെ കമ്മ്യൂണിക്കേഷൻ നോയ്സ് ഉണ്ടായി. അത് വരുന്ന കാറ്റഗറിയാണ് സൈക്കോളജിക്കൽ നോയ്സ്. ഇനി അടുത്തത് കൾച്ചറൽ നോയ്സ് ആണ്. അടുത്ത എന്താണ്? കൾച്ചറൽ നോയ്സ്. നോക്കൂ, കൾച്ചറൽ നോയ്സ് ഈസ് ഓഫൺ അറൈസസ്. ഈ കൾച്ചറൽ നോയ്സ് പലപ്പോഴും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കൾച്ചറൽ നോയ്സ് ഉണ്ടാകുന്നത്? കൾച്ചറൽ നോയ്സ് ഉണ്ടാകുന്നത് ഫ്രം ദ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം ഡൈവേഴ്സ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരത്തിലുള്ള ആളുകളിലെ ആ ആളുകള് നോൺ വെർബൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഡൈവേഴ്സ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുള്ള ആളുകൾ നോൺ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, വെർബലി അല്ല, അതായത് ബോഡി മൂവ്മെന്റ്സോ അത്തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഈ കൾച്ചറൽ നോയ്സ് ഉണ്ടാവുക. അതായത് നോൺ വെർബൽ ക്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നോൺ വെർബൽ ആയിട്ടുള്ള ആശയവിനിമയ രീതികൾ, അതായത് നമ്മൾ കൈകൊണ്ട് ആംഗ്യം കാട്ടുക, ഇത്തരത്തിലുള്ള സംഭവങ്ങളില്ലേ, ഇതിനാണ് നോൺ വെർബൽ ക്യൂസ് എന്ന് പറയാം. ഈ നോൺ വെർബൽ ക്യൂസിന് ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് കൊണോട്ടേഷൻസ്, പല പല അർത്ഥങ്ങൾ ഇതിനുണ്ട്. ഇൻ ഈച്ച് സൊസൈറ്റി ആൻഡ് കൾച്ചർ, ഓരോ സൊസൈറ്റിയിലും ഓരോ സംസ്കാരത്തിലും. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ കൈകൊണ്ട് കാണിക്കുന്ന ഒരാംഗ്യം നമ്മൾ മലയാളികൾക്കിടയിൽ അതിന് ഒരർത്ഥക്കാരം, വേറൊരു നാട്ടിൽ പോയിട്ട് ആ ആംഗ്യം കാട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അടിപൊട്ടും. കാരണം ആ ഒരു ആംഗ്യം എന്ന് പറയുന്നത്, അതായത് ഒരു നോൺ വെർബൽ ക്യൂ അല്ലെങ്കിൽ നോൺ വെർബൽ ക്യൂസ് ആണ് ഇത്തരം ആംഗ്യങ്ങൾ. അപ്പൊ ഈ ആംഗ്യങ്ങൾ ഒരു ഭാഗത്ത് ആക്സെപ്റ്റബിൾ ആയിരിക്കും, അതിന് പോസിറ്റീവ് മീനിങ് ആയിരിക്കും. മറ്റൊരു കൾച്ചറിൽ അത് ആക്സെപ്റ്റബിൾ ആവില്ല, അവിടെ അതിന് നെഗറ്റീവ് മീനിങ് ആയിരിക്കും. അപ്പൊ നമുക്ക് അടിപൊട്ടും. ഇനി നോക്കൂ, ദ 4 ടൈപ്സ് ഓഫ് കൾച്ചറൽ നോയ്സ് ഇൻ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. പ്രത്യേകിച്ച് ഈ പ്രശ്നം വരുന്നത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിലാണ്. അതായത് പല പല കൾച്ചറിലുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ
ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രധാനപ്പെട്ട കൾച്ചറൽ നോയ്സ് എന്ന് പറയുമ്പോൾ അതിലൊന്ന് റേസിസം ആണ്, അതായത് ജാതി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. മറ്റൊന്ന് പ്രിജുഡീസ്, മുൻധാരണ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മറ്റൊന്ന് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ കരുതും എന്ത്, അതായത് എല്ലാ ബംഗാളികളും കള്ളന്മാരാണെന്ന് കരുതാം. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ബംഗാളിയോട് പെരുമാറാം. കാരണം അയാള് നല്ല മനുഷ്യനാവാം. അപ്പൊ ഇത്തരത്തിൽ അവിടെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ, നമ്മളെ പെരുമാറ്റം ശരിയായില്ലല്ലോ. അപ്പൊ ഇത്തരത്തില് അപ്പൊ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ പൊതുവെ ഒരുപാട് ആളുകൾക്കിടയിൽ അത്തരം ഒരു ധാരണ ഉണ്ടാവും. പക്ഷെ ആ ധാരണ ശരിയാവണമെന്നില്ല. അതാണ് സ്റ്റീരിയോ ടൈപ്പിംഗ്. അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ, വിവേചനം, ആളുകളെ വിവേചനത്തോട് കൂടിയിട്ട് ആളുകളോട് പെരുമാറുക. അപ്പൊ ഇതൊക്കെ എന്താണ്? കൾച്ചറൽ നോയ്സ് ആണ്. അപ്പൊ ഇനി ഇത്തരത്തിലുള്ള ഒരു എക്സാമ്പിൾ, കൾച്ചറൽ നോയ്സിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഹാൻഡ് ഷേക്ക്. അതായത് നമ്മള് വിദേശ രാജ്യത്ത് ഇപ്പൊ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാല് അവിടെ സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. നമ്മൾ അവിടെ ശീലിച്ച ഒരാള്, അവിടെ വളർന്നൊരാള്, അവിടുത്തെ കൾച്ചറാണ് ഷെയ്ക്ക് ഹാൻഡ്, അല്ലെ? ഷെയ്ക്ക് ഹാൻഡ് ചിലപ്പോൾ ഹഗ് ചെയ്യും, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഹഗ് ചെയ്യും. അതുപോലെ നമ്മളെ കേരളത്തിൽ സ്ത്രീകളോട് പെരുമാറിയാലോ ചിലപ്പോൾ അടി പൊട്ടും. എന്താ കാരണം? അത് കൾച്ചറൽ നോയ്സ് ആണ്. കാരണം കൾച്ചർ മാറിയത് കൊണ്ട് നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് അവർക്ക് മനസ്സിലാവില്ല. അവര് പറയും ചിലപ്പോൾ കൈ കൊടുത്ത് ഹഗ് ചെയ്താ പീഡിപ്പിച്ചു എന്ന് പറയും, അല്ലെ? കാരണം നമ്മുടെ ഉദ്ദേശം അവിടെ കമ്മ്യൂണിക്കേഷൻ വർക്ക്ഔട്ട് ചെയ്യുന്നില്ല. കാരണം കൾച്ചറൽ നോയ്സ്. ഇനി ആറാമത്തേത് ടെക്നിക്കൽ നോയ്സ് ആണ്. ആറാമത്തേത് ടെക്നിക്കൽ നോയ്സ് റെഫേഴ്സ് ടു, ഈ ടെക്നിക്കൽ നോയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങളാണ്. ഒബ്സ്റ്റക്കിൾസ് ടു കമ്മ്യൂണിക്കേഷൻ വിച്ച് റിസൾട്ട് ഫ്രം പ്രോബ്ലംസ്, ഈ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന തടസ്സങ്ങളാണ്. ഏത് പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന തടസ്സങ്ങള്? പ്രോബ്ലംസ് ഇൻ എക്യുപ്മെന്റ് യൂസ്ഡ്, അതായത് കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പ്രശ്നം. ഇപ്പൊ ഏതുപോലെ, ഞാനിപ്പോ നിങ്ങളുമായിട്ട് വീഡിയോ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഉപകരണം മോശമാണെങ്കിൽ ഈ ഉപകരണം കാരണമുണ്ടാവുന്ന തടസ്സം, അതാണ് ടെക്നിക്കൽ നോയ്സ്. ടെക്നിക്കൽ നോയ്സ് റെഫേഴ്സ് ടു ഒബ്സ്റ്റക്കിൾസ് ടു കമ്മ്യൂണിക്കേഷന് വരുന്ന തടസ്സങ്ങള് വിച്ച് റിസൾട്ട് ഫ്രം പ്രോബ്ലംസ് ഇൻ എക്യുപ്മെന്റ് യൂസ്ഡ്, ഉപയോഗിക്കുന്ന ഉപകരണം കാരണമായിട്ടുണ്ടാകുന്ന തടസ്സങ്ങൾ. ഇനി സം യൂസേഴ്സ്, ചില ആളുകള് വിൽ നോട്ട് ഹാവ് ആക്സസ് ടു വീഡിയോ. ചില ആളുകൾക്ക് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഈ ക്ലാസ് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് അതായത് നല്ല രീതിയിൽ വീഡിയോ കാണാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ അവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം നേരെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ നല്ല എന്ത് ചെയ്യേണ്ടി വരും? അതായത് നല്ല രീതിയിൽ വീഡിയോ കാണാനുള്ള 5G നെറ്റ് ഒക്കെ വേണം. അപ്പൊ ആക്സസ് ടു വീഡിയോ വേണം, 5G നെറ്റ് വേണം, അല്ലെങ്കിൽ ടെക്നിക്കൽ നോയ്സ് ആണ്. അതുപോലെ തന്നെ പുവർ അറേഞ്ച്മെന്റ്സ് ലൈക്ക്, അല്ലെങ്കിൽ ചിലരുടെ കയ്യിൽ എന്താണ്? പുവർ അറേഞ്ച്മെന്റ്സ് ആണ്, നല്ല സെറ്റിംഗ്സ് ഇല്ല. ഔട്ട്ഡേറ്റഡ് മെഷീൻസ് ആൻഡ് ഇക്വിപ്മെന്റ്സ്. ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴയ ഫോണാണ്, അതിന് യൂട്യൂബ് ഒന്നും കിട്ടൂല. അതാണ് ഔട്ട്ഡേറ്റഡ് ഇക്വിപ്മെന്റ്സ് ഓർ അറേഞ്ച്മെന്റ്സ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള. കാരണം ഇതൊക്കെ എന്താണ്? ടെക്നിക്കൽ നോയ്സ് ആണ്. അതുപോലെ തന്നെ ഓർ റോങ് മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഗൂഗിൾ മീറ്റിൽ ഒരു ക്ലാസ് വെക്കുകയാണ്, പക്ഷെ എൻ്റെ ഒരു സ്റ്റുഡന്റിന് ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാൻ അറിയില്ല എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അത് റോങ് മീഡിയമാണ്. അത് എൻ്റെ ഭാഗത്തു നിന്നും വന്ന മിസ്റ്റേക്കാണ്. ഞാൻ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ റോങ് മീഡിയം സെലക്ട് ചെയ്യാൻ പാടില്ല. ഞാൻ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ അയാളോട് ചോദിക്കണം, നിങ്ങളെ കയ്യിൽ ഗൂഗിൾ മീറ്റ് ഉണ്ടോ? നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ അറിയുമോ? അപ്പൊ ഇതൊക്കെയാണ് ടെക്നിക്കൽ നോയ്സിൽ വരിക. ഇത് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോൾട്ടി ഇക്വിപ്മെന്റ്, അതായത് ശരിയല്ലാത്ത ഉപകരണം, നമ്മളെ ഉപകരണത്തിന് വരുന്ന കേട്. ഇപ്പൊ ഞാനൊരു മൈക്ക് ഉപയോഗിച്ച് പറയാണ്, എൻ്റെ മൈക്കിന് നല്ല ക്വാളിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ റിംഗിങ് ഫോൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ടെക്നിക്കൽ നോയ്സ് ആണ്. അതായത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാം,
നിങ്ങൾ ഇങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അതേ സമയത്ത് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന മറ്റൊരു ഫോൺ റിംഗ് ചെയ്യാം. ആ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും കേട്ടോ. അതാണ് റിംഗിങ് ഫോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും യന്ത്ര സാമഗ്രിയുടെ ശബ്ദം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന ഫോണിന് എന്തെങ്കിലും അസ്വാഭാവിക ശബ്ദങ്ങൾ, കംപ്ലൈൻസ് കാരണം, അതൊക്കെയാണ് എന്ത് ഫോൾട്ടി ഇക്വിപ്മെന്റ്. ഏഴാമത്തേത് ഓർഗനൈസേഷണൽ നോയ്സ് ആണ്. ഏഴാമത്തെ ലാസ്റ്റ് വൺ കേട്ടോ, ഓർഗനൈസേഷണൽ നോയ്സ്. അതായത് ഓർഗനൈസേഷണൽ നോയ്സ് റെഫേഴ്സ് ടു, ഈ ഓർഗനൈസേഷണൽ നോയ്സ് കൊണ്ട് റെഫർ ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്, പരാമർശിക്കുന്നത് ടു ദോസ് ബാരിയേഴ്സ്, ആ തടസ്സങ്ങളാണ്. ടു ദോസ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന ആ തടസ്സങ്ങൾ. എങ്ങനെയാണ് ആ തടസ്സങ്ങൾ ഉണ്ടാവുക? ദാറ്റ് ക്യാൻ ഒക്കർ ഡ്യൂ ടു, ആ തടസ്സങ്ങൾ ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഡ്യൂ ടു ബീയിങ് എ പാർട്ട് ഓഫ് ആൻ ഓർഗനൈസേഷൻ, നമ്മളൊരു ഓർഗനൈസേഷന്റെ ഭാഗമാകുന്നത് കൊണ്ട്, നമ്മളൊരു ഓർഗനൈസേഷന്റെ ഭാഗമാവുക. അങ്ങനെ നമ്മളൊരു ഓർഗനൈസേഷന്റെ ഭാഗമാകുന്നത് മൂലം ഉണ്ടാകുന്ന തടസ്സങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് വെക്കാം, ഞാനിപ്പോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വെക്കാം. അങ്ങനെ വർക്ക് ചെയ്യാണ്, ഞാൻ അവിടെ പോയിട്ട് ക്ലാസ് എടുക്കുന്ന ആളാണെങ്കിൽ എന്നോട് ആ സ്ഥാപനത്തിൽ നിന്ന് പറയും, നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിൽ ക്ലാസ് കൊടുത്തോ, പക്ഷെ ആ ക്ലാസ്സിൽ നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമാക്കി പറയരുത്. അപ്പൊ എന്താ, ഇതാണ് ഓർഗനൈസേഷണൽ ബാരിയർ. അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന നിയമം. കാരണം ഞാനൊരു ഓർഗനൈസേഷന്റെ ഭാഗമാകുമ്പോൾ ആ ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് എനിക്ക് പാലിക്കേണ്ടതായിട്ട് വരും. നോക്കൂ, സം ഓർഗനൈസേഷൻസ്, ചില സ്ഥാപനങ്ങള് മാനേജ് ദയർ കമ്മ്യൂണിക്കേഷൻ ചാനൽസ്, അവരുടെ ആശയവിനിമയ രീതികളെ അവർ മാനേജ് ചെയ്യും. സോ ദാറ്റ്, അങ്ങനെ മാനേജ് ചെയ്യുന്നത് കൊണ്ട് പേഴ്സൺസ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓൺലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദോസ് അറ്റ് ദയർ ലെവൽ. അത്തരം ഓർഗനൈസേഷൻസിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ലെവലിലുള്ളവരോട് മാത്രമേ, കണ്ടോ, പേഴ്സൺസ് അറ്റ് ഡിഫറെന്റ് ലെവൽസ്, വ്യത്യസ്ത ലെവലിലുള്ള ആളുകൾക്ക് ഓൺലി കമ്മ്യൂണിക്കേറ്റ്, അവർക്ക് ആരുമായിട്ടേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയൂ, വിത്ത് ദോസ് അറ്റ് ദയർ ലെവൽ, അവരുടെ ലെവലിലുള്ള ആളുകളോട്. അപ്പൊ ചില സ്ഥാപനങ്ങളിൽ ഒരു റെസ്ട്രിക്ഷനും ഉണ്ടാവില്ല, കാരണം ആ സ്ഥാപനത്തിലുള്ള എല്ലാ ആളുകളോടും നമുക്ക് സ്വതന്ത്രമായി സംസാരിക്കാൻ പറ്റും. പക്ഷെ ചില ഓർഗനൈസേഷൻസിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ചാനലിനെ അവർ മാനേജ് ചെയ്യും. അങ്ങനെ അവർ ചില നിയമങ്ങൾ കൊണ്ടുവരും. ഇന്ന ഭാഗത്ത് വർക്ക് ചെയ്യുന്നവർ ആ ടീമിലുള്ളവരോട് മാത്രം മിണ്ടിയാൽ മതി. അതായത് ഇപ്പൊ അവിടെ പല പല കാറ്റഗറി ആയിട്ട് തിരിക്കും. ആ കാറ്റഗറിയിലുള്ളവരോട് മാത്രം സംസാരിച്ചാൽ മതി. അതിന് മുകളിൽ ഇപ്പൊ ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ സ്കൂളിൽ പറയില്ലേ, 8ാം ക്ലാസ്സിലുള്ള ആളുകൾ 9ാം ക്ലാസ്സിലേക്ക് പോകണ്ട, 9ാം ക്ലാസ്സുകാരോട് സംസാരിക്കരുത്. 9ലുള്ളവർ 10ാം ക്ലാസ്സിലേക്ക് പോവരുത്, 10ാം ക്ലാസ്സിലുള്ളവരോട് സംസാരിക്കുകയും ചെയ്യരുത്. ഇത് കുട്ടികളുടെ കമ്മ്യൂണിക്കേഷനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു റൂളാണ്. അപ്പൊ ഇത്തരത്തിൽ അപ്പൊ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിലുള്ള കുട്ടികളുടെ കാര്യങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് അറിയില്ല, 8ാം ക്ലാസ്സിലുള്ളവരുടെ കാര്യങ്ങൾ 9ാം ക്ലാസ്സിലേക്കും അറിയില്ല. കാരണം അവിടെ കമ്മ്യൂണിക്കേഷൻ റെസ്ട്രിക്ഷൻ വരികയാണ്. ഇതിനാണ് നമ്മൾ ഓർഗനൈസേഷണൽ നോയ്സ് എന്ന് പറയാം കേട്ടോ. ഇപ്പൊ ഇതിന് എക്സാമ്പിൾ പറയുന്നതാണ് റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. ഒരു സ്ഥാപനത്തിലെ റൂൾസ്, നിയമങ്ങളും നിബന്ധനകളും. അതിന് കാര്യം മനസ്സിലായെന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എനിക്ക് നിങ്ങളോട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും, കാരണം ഞാൻ ഫ്രീ ആണ്. അതായത് എനിക്ക് യൂട്യൂബിൽ ക്ലാസ് വെക്കുന്നത്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു സർക്കാർ ജോലിക്കാരനാണെങ്കിൽ പറ്റില്ല, കാരണം അവിടെ റെസ്ട്രിക്ഷൻ വന്നു. അപ്പൊ അതാണ് ഓർഗനൈസേഷൻ. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ആളാണ്, ഇപ്പൊ ഞാനൊരു പാർട്ടിക്കാരനാണെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ പാർട്ടിയെ കുറ്റം പറയാൻ പറ്റുണ്ടാവില്ല, കാരണം അതൊരു ഓർഗനൈസേഷനാണ്. അതിന്റെ ഭാഗമാവുമ്പോൾ അതിന്റെ റൂൾസ് ഉണ്ടായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ, ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ, ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ. അടുത്ത ഇതാണ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫീഡ്ബാക്ക് ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ ഫീഡ്ബാക്കിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട
ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് the response of communications recipient to the message. അതായത് ഒരു മെസ്സേജിന് കമ്മ്യൂണിക്കേഷന്റെ റെസിപ്പിയന്റിന്റെ പ്രതികരണം ഈസ് റെഫേർഡ് ടു ആസ് ഫീഡ്ബാക്ക് ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ അതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് വിളിക്കുക. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻഡറുടെ മെസ്സേജ് റിസീവർക്ക് കിട്ടുക. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനിൽ സെൻഡറുടെ മെസ്സേജ് റിസീവർക്ക് കിട്ടുമ്പോൾ ആ മെസ്സേജിലുള്ള റെസിപ്പിയന്റിന്റെ റെസ്പോൺസ് പ്രതികരണം, ആ പ്രതികരണത്തെ റെഫേർഡ് ടു ആസ് ഫീഡ്ബാക്ക് ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ ഫീഡ്ബാക്ക് എന്ന് വിളിക്കുന്നു. നോക്കാം, ഇറ്റ് ഈസ് എസെൻഷ്യൽ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത്? ഫീഡ്ബാക്ക്. ബിക്കോസ് എന്താ കാരണം? ഇറ്റ് ഇംപ്രൂവ്സ് കമ്മ്യൂണിക്കേഷൻ. ഇത് കമ്മ്യൂണിക്കേഷനെ മെച്ചപ്പെടുത്തുന്നു. കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യും. ഇപ്പൊ എൻ്റെ ക്ലാസ് ഞാൻ ഇംപ്രൂവ് ചെയ്യും, ഞാൻ മെച്ചപ്പെടുത്തും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ കേട്ടോ. ഇനി നോക്കൂ, ദ റിസീവർ, അതായത് റെസിപ്പിയന്റ്, കമ്മ്യൂണിക്കേഷനിൽ ആ പുറത്തുള്ള ആള്, റിസീവർ പാർട്ടിസിപ്പേറ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ. റിസീവർ കമ്മ്യൂണിക്കേഷനിൽ പങ്കെടുക്കുന്നു. ബൈ ബോത്ത് പാസീവ്ലി അബ്സോർബിങ്. എങ്ങനെ? പാസീവായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസീവ്ലി അബ്സോർബിങ് ദ മെസ്സേജ്. അതായത് സെൻഡറിൽ നിന്നും കിട്ടുന്ന മെസ്സേജ് പാസീവായിട്ട് അബ്സോർബ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു തര പ്രതികരണവും ഇല്ലാതെ ആ മെസ്സേജ് എന്ത് ചെയ്യുക? അബ്സോർബ് ചെയ്യാം. ഇപ്പൊ എൻ്റെ ചില വ്യൂവേഴ്സും നിങ്ങളിൽ ചിലർ അങ്ങനെയാണ്. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ അവർ എന്ത് ചെയ്യുന്നില്ല? റെസ്പോണ്ട് ചെയ്യുന്നില്ല. ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ചില ആളുകൾക്ക് റെസിപ്പിയന്റ് ആവാം. എന്നാൽ അതേസമയം മറ്റു ചിലര് ആൻഡ് ആക്റ്റീവ്ലി റെസ്പോണ്ടിങ് ടു ഇറ്റ്, എന്നോട് ആക്റ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്, എന്നോട് താങ്ക്സ് പറയുന്ന ആളുകളുണ്ട്, ലൈക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ സർ ക്ലാസ് നന്നായി എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ആക്റ്റീവ്ലി റെസ്പോണ്ടിങ് ആണ് ഒരു മെസ്സേജിനോട്. എന്നാൽ പാസീവ്ലി അബ്സോർബ് ചെയ്യാം. അതായത് ഞാൻ നൽകുന്ന സംഭവം പാസീവായിട്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡാണ്, അവർക്ക് മോശമായിട്ടുള്ള അഭിപ്രായമൊന്നുമില്ല. അത്തരത്തിൽ അബ്സോർബ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇനി ഏതൊരു തരത്തിലാണെങ്കിലും ഫീഡ്ബാക്ക് ഇറ്റ് എനാബിൾസ് ദ സെൻഡർ. ഈ ഫീഡ്ബാക്ക് സെൻഡറെ സഹായിക്കുന്നു. എനാബിൾസ് സഹായിക്കുന്നു ദ സെൻഡർ, അയക്കുന്ന ആളെ. എന്തിനു സഹായിക്കുന്നു? ടു അണ്ടർസ്റ്റാൻഡ് ദ മെസ്സേജസ് ഇഫക്റ്റീവ്നെസ്. നമ്മളുടെ മെസ്സേജ് എന്തുമാത്രം ഇഫക്റ്റീവ് ആവുന്നു, നമ്മളുടെ മെസ്സേജ് എന്തുമാത്രം അതിന് ഗുണമുണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ ഫീഡ്ബാക്കിലൂടെ. അപ്പം നിങ്ങൾ എനിക്ക് നൽകുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് ഞാൻ എൻ്റെ ക്ലാസ് ഇങ്ങനെ മാറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത്, ഇതോടുകൂടി സ്റ്റുഡൻസ് നമ്മളുടെ സെക്കൻഡ് യൂണിറ്റ്, ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് കംപ്ലീറ്റ് ആയി. തൽക്കാലം ഇനി ബാക്കി യൂണിറ്റ്സ് ഞാൻ അവിടെ വെക്കുകയാണ്. അപ്പൊ അടുത്ത ക്ലാസ് മുതൽ ലാസ്റ്റ് ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് വെച്ച് ഞാൻ തുടങ്ങും. എന്താ കാരണം? അതായത് ലാസ്റ്റ് യൂണിറ്റ് മുതൽ, ലാസ്റ്റ് ബ്ലോക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് അല്ലെ നമ്മുടെ ചില സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? സജസ്റ്റ് ചെയ്തു. ആ സജഷൻ ഞാൻ പരിഗണിച്ചു. പക്ഷെ എനിക്കൊരു കാര്യം പറയാണ്ട്, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് നമ്മുടെ ഒരു എക്സാമിന്റെ പാറ്റേണില് കാര്യമായ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഭാഗത്തുനിന്ന് ചിലപ്പോൾ വന്നിരിക്കാം. എന്നാൽ എല്ലാ പരീക്ഷയ്ക്കും അങ്ങനെ എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ മാത്രം പഠിച്ച് ഒരിക്കലും പോകരുത്. എനിക്കതാണ് പറയാനുള്ളത്. അങ്ങനെ മാത്രം പഠിക്കരുത്. യൂണിവേഴ്സിറ്റി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ ബ്ലോക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ പിന്നെ ആ ഒരു 6ാമത്തെ ബ്ലോക്ക് നിന്ന് പഠിച്ചു വന്നോളൂ, ഒരു വിഷയമില്ല. പക്ഷേ എല്ലാ ബ്ലോക്കും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.